നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ DMK പ്രവർത്തകർ കറുപ്പ് വസ്ത്രമണിഞ്ഞ് പങ്കെടുക്കും. കേരളത്തിന്റെ ഡൽഹിയിലെ സമരത്തെ പിന്തുണച്ചാണ് തമിഴ്നാട് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കുക എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിലാണ് സ്റ്റാലിൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാന സ്വയംഭരണം എന്ന മുദ്രാവാക്യത്തിന്റെ തീജ്വാലകളെ അണയ്ക്കാൻ BJPക്ക് ഒരിക്കലും കഴിയില്ല എന്നാണ് പറയുന്നത്. ധനകാര്യം, ഭരണം എന്നിവയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നമ്മൾ ഉറപ്പായും ഉയർത്തിപ്പിടിക്കുമെന്നും സ്റ്റാലിൻ കത്തിൽ വ്യക്തമാക്കുന്നു. ഡൽഹി ജന്തർ മന്ദറിൽ ഇന്ന് രാവിലെ 11 മുതൽ ഉച്ചവരെയാണ് സമരം രാംലീല മൈതാനത്തിലേക്ക് മാറ്റണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും തീരുമാനം പിന്നീട് മാറ്റുകയായിരുന്നു. കറുത്ത ഡ്രസ്സ് അണിഞ്ഞായിരിക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള DMK പ്രവർത്തകർ കേരളത്തിന്റെ സമരത്തിന് പിന്തുണ നൽകുക. അതിനിടെ ഡൽഹിയിലെ സമരം എന്തിനു വേണ്ടിയാണെന്നുള്ള വിശദീകരണവും CPM പുറത്തുവിട്ടു കഴിഞ്ഞു. കേരളത്തിനുള്ള കേന്ദ്ര നികുതി വിഹിതത്തിലും വായ്പാ അനുമതിയിലും വലിയ വെട്ടിക്കുറവുണ്ടാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ധനനയങ്ങളും നികുതി സമ്പ്രദായത്തിലെ മാറ്റവും സംസ്ഥാനത്തിന്റെ വിഭവങ്ങളെ ചോർത്തുന്നു. ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ കേരളം ഉന്നയിച്ചതും ഇക്കാര്യങ്ങൾ തന്നെയാണ്. ഡൽഹിയിൽ ഈ മാസം 8-ന് കേരളം നടത്തുന്ന സമരത്തിന്റെ അടിസ്ഥാനവും ഇത് തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. വിഭവ വിഭജനത്തിൽ കേരളം നേരിടുന്ന കടുത്ത വിവേചനങ്ങൾ, അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ 15ാം ധനകമ്മീഷന്റെ ശുപാർശകൾ പരിശോധിച്ചാൽ മതിയാകുമെന്നൊക്കെയാണ് ഇവർ പറഞ്ഞു. നികുതി വിഹിതത്തിന്റെ 17.939% ഉത്തർപ്രദേശിന് ലഭിക്കുന്നു. ബീഹാറിന് 10.58%, മധ്യപ്രദേശിന് 7.85%, മഹാരാഷ്ട്രയ്ക്ക് 6.317%, ഗുജറാത്തിന് 3.478% ലഭിക്കുന്നു. കേരളത്തിനായിട്ട് 1.925%. ഈ കുറവ് തുറന്നു കാട്ടുമ്പോൾ കേരളത്തിന് റവന്യൂ കമ്മി ഗ്രാന്റ് അനുവദിച്ചിട്ടുണ്ടെന്നും ഉയർന്ന വിഹിതം ലഭിച്ച സംസ്ഥാനങ്ങൾക്ക് ഈ ഗ്രാന്റിൽ നിന്നുമാണ് മറുപടി ലഭിച്ചത്. കേരളത്തിന് അനുവദിച്ച ആകെ റവന്യൂ കമ്മി ഗ്രാന്റ് 37,814 കോടി രൂപയാണ്. പുറമെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ദുരന്ത നിവാരണം, തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന ആരോഗ്യ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേക മേഖലാ ഗ്രാന്റായി 14,899 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ ഈ വർഷത്തെ വിഹിതം നിഷേധിക്കപ്പെടുകയാണെന്നാണ് CPMന്റെ അവകാശം. 17.939% നികുതി വിഹിതം ലഭിക്കുന്ന ഉത്തർപ്രദേശിന് അനുവദിച്ച പ്രത്യേക മേഖലാ ഗ്രാന്റ് 83,995 കോടി രൂപ. മഹാരാഷ്ട്രയ്ക്ക് കിട്ടിയത് 61,904 കോടി രൂപ. 10% നികുതി വിഹിതം കിട്ടിയ ബീഹാറിനും 46,624 കോടിയുണ്ട്. മധ്യപ്രദേശിന് കിട്ടിയ 40,766 കോടി രൂപ. വലിയ വരുമാനമുള്ള സംസ്ഥാനങ്ങളിലൊന്നായി ഗുജറാത്തിന് 3.5% നികുതി വിഹിതവും 30.549 കോടിയുടെ പ്രത്യേക മേഖലാ ഗ്രാന്റുകളും കിട്ടി. മൂലധന നിക്ഷേപത്തിനായുള്ള പ്രത്യേക ദീർഘകാല വായ്പാ പദ്ധതിയിലും കേരളത്തോട് കടുത്ത വിവേചനം പ്രകടമാണ് എന്നാണ് ഇവരുടെ അവകാശവാദം. അത് കിഫ്ബിയെ സംബന്ധിച്ചാണ്. സംസ്ഥാനങ്ങൾക്ക് 1 ലക്ഷം കോടി രൂപയുടെ ദീർഘകാല പലിശരഹിത വായ്പാ പദ്ധതി കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പ്രഖ്യാപിച്ച് നടപ്പാക്കിയ ഇതേ പദ്ധതിയിൽ കേരളത്തിന് 1 രൂപ പോലും അനുവദിച്ചിട്ടുമില്ല. കഴിഞ്ഞ ഡിസംബർ 13 വരെ 98,156 കോടി രൂപ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ അടുത്ത ഘട്ടം K-ഫോൺ വഴി എല്ലാ കുടുംബത്തിനും ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉറപ്പാക്കൽ അടക്കം ഈ വർഷം 4,000-ലേറെ കോടി രൂപയുടെ പദ്ധതി കേരളം സമർപ്പിച്ചിട്ടുണ്ട്. 3,000 കോടി രൂപ ലഭിക്കേണ്ടതിനാൽ ആദ്യഘട്ട അലോട്ട്മെന്റിൽ സംസ്ഥാനത്ത് 1,908 കോടി അനുവദിക്കുന്നതായി അറിയിച്ചു. പിന്നീട് മറ്റു ചില കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ബ്രാൻഡിംഗ് മാനദണ്ഡം പാലിച്ചില്ലെന്ന പേരിൽ അനുവദിച്ച വായ്പയും നിഷേധിച്ചു. ഇതേ പദ്ധതിയിൽ ഉത്തർപ്രദേശിന് അനുവദിച്ചത് 18,936 കോടി രൂപയാണ്. ബീഹാർ 9,932 കോടിയും, മധ്യപ്രദേശിന് 8,134 കോടിയും, മഹാരാഷ്ട്രയ്ക്ക് 6,745 കോടിയും, രാജസ്ഥാൻ 6,026 കോടിയും ലഭിച്ചു. ഈ സംസ്ഥാനങ്ങളുടെ ഭരണ നേതൃത്വം ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാണ് CPM പറയുന്നത്. എന്നാൽ ഈ കാര്യം വ്യക്തമാക്കിയാൽ ബീഹാറിൽ അടുത്ത കാലം വരെ BJP ആയിരുന്നില്ല ഭരണം നിയന്ത്രിച്ചിരുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാനിലും നമുക്കറിയുന്ന കാര്യമാണ്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും പറഞ്ഞുണ്ടാക്കുന്ന നറേറ്റീവ് മറ്റൊന്നാണ്. ഏതായാലും ഈ തരത്തിൽ കണക്ക് പറയുന്നതെല്ലാം കള്ളമാണെന്ന് നിർമ്മല സീതാരാമൻ കേരളത്തിലെത്തി മാധ്യമപ്രവർത്തകരോട് കൃത്യമായി പറഞ്ഞിരുന്നു. 3 തവണ ഇതുമായി ബന്ധപ്പെട്ട് എത്ര രൂപ കിട്ടിയെന്ന് കേന്ദ്രം ചോദിച്ചിട്ടും അതിന്റെ കണക്കുകൾ ലഭ്യമാക്കാൻ പറഞ്ഞിട്ടും ഇതുവരെ നൽകിയിട്ടുമില്ല. പക്ഷെ ജനങ്ങളെ പറ്റിക്കാൻ, ജനങ്ങളോട് എവിടെയും പണമില്ലാത്ത അവസ്ഥയാണ്. കേരളത്തിലെ നമുക്കറിയാം RC ബുക്കുകൾ പോലും പ്രിന്റ് ചെയ്യാത്ത അവസ്ഥയിലേക്ക്, ലൈസൻസിന്റെ ടെസ്റ്റ് നടത്തുമ്പോൾ പോലും RC ബുക്കുകൾ ലഭ്യമാക്കുന്നില്ല. അതുപോലെ തന്നെ ലൈസൻസ് അടിക്കാൻ പറ്റുന്നില്ല. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ വേണ്ടി കേന്ദ്രത്തെ കുറ്റം പറയുക, കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറയുക. എന്നാൽ അതേസമയം പിണറായി വിജയൻ താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ കർട്ടനിടാൻ 1 കോടിയുടെ ബസ് ഇറക്കാനും ആ ബസ്സിൽ ലിഫ്റ്റ് അടക്കം എല്ലാം ഉണ്ടാക്കാനും, അതുപോലെ തന്നെ മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കാനും, കാലാകാലങ്ങളിൽ മന്ത്രിമാരുടെ വാഹനങ്ങൾ മാറ്റിവാങ്ങാനും, കണ്ണട പോലും മാറ്റിവാങ്ങാനും ഒക്കെ പണമുണ്ട്
എന്ന് നമുക്കെവർക്കും അറിയാം. പണമില്ലാത്തത് പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനും ഭിന്നശേഷിക്കാരന് അവരുടെ പെൻഷൻ കൊടുക്കാനും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ നൽകാനും ഇതേപോലെ മറ്റ് ലൈസൻസ് നൽകാൻ. ലൈസൻസ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, ചിലർക്കൊക്കെ ജീവിതമാർഗം തന്നെയാണ് ലൈസൻസ്. വണ്ടി ഓടിക്കുക, അതിലൂടെ ജീവിതമാർഗം കണ്ടെത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് പിണറായി വിജയന് പണമില്ലാത്തത്. ആ പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി പുതിയ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്രം ഒരു തുക പോലും നൽകാനില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം നൽകാനുള്ള പണമെല്ലാം നൽകിക്കഴിഞ്ഞുവെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലവും നൽകിക്കഴിഞ്ഞു. ഈ സ്ഥിതിക്ക് ആരെ പ്രീണിപ്പിക്കാനാണ്, ആരെ പറ്റിക്കാനാണ് പിണറായി വിജയനും കൂട്ടരും ഡൽഹിയിലേക്ക് അടുത്ത സമരവുമായി പോകുന്നത്? ഈ പോയതിന്റെ ചിലവും ഇപ്പോൾ കേരളത്തിലെ ഖജനാവിന്റെ പേരിൽ തന്നെ അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥയാകും ഉണ്ടാവുക. ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി MLA-മാരും MP-മാരും അതുപോലെ തന്നെ പിണറായി വിജയനും അടക്കമുള്ളവർ ഡൽഹിയിൽ പോയി അവിടെ ഒരു പ്രഹസനം കാണിക്കുന്നത്, 2 മണിക്കൂർ നേരം അവിടെ പോയി കുത്തിയിരുന്ന് പ്രഹസനം കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും.